ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ ഓൾ സെയിൻസ് കോളേജ് ക്യാമ്പസിനുള്ളിലാണ്. ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി ഇന്ന് രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അത് മറ്റാരുമല്ല, അനന്തപുരിയുടെ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രനാണ്. ഇത്രയും നാൾ തങ്ങളോടൊപ്പം കളിച്ചു ചിരിച്ചു നടന്ന കൂട്ടുകാരി പെട്ടെന്നൊരു നാൾ തലസ്ഥാന നഗരിയുടെ മേയറായി ഔദ്യോഗിക വാഹനത്തിൽ ക്യാമ്പസിലെത്തുന്നു. ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടാതെ അധ്യാപകരും സഹപാഠികളും. പക്വതയും ചടുലതയും നിറഞ്ഞ സംഘടനാ പാടവത്തിന്റെ അനുഭവ സമ്പത്ത് ആര്യയെ ഈ വലിയ പദവിയിൽ 100% വിജയിപ്പിക്കുമെന്ന് ഒരേ സ്വരത്തിൽ അധ്യാപകർ പറയുന്നു. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിത്. ഞങ്ങളുടെ കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ വിഷൻ തന്നെ വിമൻ എംപവർമെൻ്റ് ആണ്. അപ്പോൾ ആര്യയ്ക്ക് ഇങ്ങനെ ഒരു പദവി കിട്ടിയതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് വളരെയേറെ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു മേയർ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇത്രയും യങ്ങസ്റ്റ് മേയർ ആയിട്ട് ഉള്ള ഒരാൾ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സ്റ്റുഡൻറ്റിനെ നമ്മൾ സ്റ്റുഡൻ്റായിട്ട് കാണും, മേയർ എന്നുള്ള അത് വേറെ, എന്നാലും ഞങ്ങളുടെ കുട്ടി തന്നെയാണ് ആര്യ. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4th സെമസ്റ്റർ ES4 ക്ലാസ് മുറിയാണ് ആര്യ. ഇവിടെ ആര്യയുടെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഷേളി മാം. എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. കാരണം ആര്യ ഇവിടെ 2 വർഷം എൻ്റെ ക്ലാസ്സിലിരുന്ന കുട്ടിയാണ്. വളരെ നല്ല കുട്ടിയാണ്, നല്ല മച്യൂറായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി 21 വയസ്സുള്ളൊരു കുട്ടി ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാകുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപിക എന്ന നിലയിലും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിലും എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ്. ആര്യ ക്ലാസ്സിൽ തന്നെ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്കൊരു ചേച്ചിയെ പോലെയായിരുന്നു. വളരെ ശാന്തതയുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ക്ലാസ്സിൽ വരുമ്പം രാഷ്ട്രീയമൊന്നുമില്ല. അത് പിന്നെ നമുക്ക് കോളേജിൽ അലൗഡും അല്ല. പക്ഷേ വളരെ നല്ലൊരു കുട്ടി, എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ കൈകാര്യം ചെയ്യുന്ന, എനിക്ക് ഉറപ്പുണ്ട് ആര്യയ്ക്ക് നന്നായിട്ട് ഈ മേയറായിട്ട് നന്നായിട്ട് തൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്നതാണ് ആര്യയ്ക്ക്. ലെക്ചർ ടൈമിൽ ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി പോയിരിക്കും. ഞങ്ങൾ പുറത്ത് സ്റ്റോൺ ബെഞ്ചിലൊക്കെ പോയിരുന്ന കഥകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഓരോ തവണയും ഓരോരുത്തരുടെയും കഥകൾ പറയുമ്പോൾ ആര്യയുടെ എന്താണ് സമരത്തിന് പോയ കഥകളും ബാലസംഘത്തിലെ കാര്യങ്ങളും ആര്യയുടെ വീരകഥകളാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് പറയാനുണ്ടാവുക. ആര്യ അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴും പറയാൻ ആര്യയുടെ ഇതുപോലെയുള്ള വീരകഥകളാണ് കൂടുതലായിട്ടുള്ളത്. ആ കുട്ടി പഠനകാര്യത്തിൽ വളരെ നൈപുണ്യമുള്ള കുട്ടിയാണ്. കാരണം പാർട്ടിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഇതിനൊക്കെ മിസ്സാവുന്ന ക്ലാസ്സസ് പോലും ആര്യ മറ്റു കുട്ടികളോട് ചോദിച്ച് ക്ലാസ് നോട്ട്സൊക്കെ എഴുതുകയും നമ്മളോട് വന്ന് ചോദിക്കുകയും നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാ രീതിയിലും ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. ഇവിടെ ആര്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കുട്ടിയെ പോലെയാണ്. എന്നും മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയും ടീച്ചേഴ്സിനോട് മിങ്കിൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റിയും മീൻസ് ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, പിന്നെ ഇയർ എൻഡിങ്ങിലുള്ള സോഷ്യൽ, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മാത്സുകാരുടെ കൂടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആര്യ വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും കർത്തവ്യങ്ങളും കൃത്യമായി ചെയ്യുന്ന വളരെ ശാന്തയായ സ്വഭാവമുള്ളൊരു കുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു കലാലയമാണ് ഓൾ സെയിൻസ് കോളേജ്. അതുകൊണ്ട് തന്നെ പലരും കുറ്റപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം കുറവുള്ള കുട്ടികളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി തിരഞ്ഞെടുപ്പ് നടത്തി കുട്ടികളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു കലാലയം തന്നെയാണ് ഓൾ സെയിൻസ്. അതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ആര്യ. വളരെ സ്ഥാനമുള്ള ഒരു പൊസിഷനിലാണ് ആര്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കലാലയ രാഷ്ട്രീയത്തിന് അതീതമായും കുട്ടികൾക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കലാലയത്തിനകത്തുണ്ടെന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ആര്യ. തങ്ങൾക്കൊപ്പം പഠിച്ചു നടന്നിരുന്ന ആര്യ വളരെ പെട്ടെന്ന് ഇത്ര വലിയൊരു പദവിയിലെത്തിയതിൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് ആര്യയുടെ ക്ലാസ്മേറ്റ്സ് കുട്ടികളൊക്കെ. ആര്യ എങ്ങനെയായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ? നല്ല ജോളി ടൈപ്പ്, ഫ്രണ്ട്ലി? ഭയങ്കര ജോളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആര്യ അടുത്ത് ചെന്നിട്ടാണ് ഒരു അഡ്വൈസ് ഒക്കെ ചോദിക്കുന്നത്. മോർ ദാൻ എ ഫ്രണ്ട്, ഒരു ഗൈഡ് പോലെയായിരുന്നു. എപ്പോഴും നമുക്ക് എല്ലാ പ്രോബ്ലത്തിനും കൂടെ കാണും. പിന്നെ ഒരുപാട് പാനിക്കായിട്ട് അതെന്താ പ്രശ്നമാവും, ഭയങ്കര കൂളായിട്ട് നമ്മുടെ പ്രോബ്ലം ഫുൾ കേട്ട് നമുക്ക് അതിന് നല്ലൊരു സൊല്യൂഷൻ. ആര്യ ഓസമായിരുന്നു ക്ലാസ്സിൽ. ആര്യ ഇങ്ങനെ വലിയൊരു പൊസിഷനിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ത്രില്ലൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നല്ല സന്തോഷമുണ്ട്. വെരി എക്സൈറ്റഡ്. ആര്യ നിങ്ങൾ വിളിച്ചിരുന്നോ? ഇത്
ഫോൺ ചെയ്തിരുന്നു, ആര്യ കോണ്ടാക്ട് സംസാരിച്ചിരുന്നു? വിളിച്ചായിരുന്നു. എന്തു പറഞ്ഞു? ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എന്താണ്, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ എന്ത് കാര്യം ബോൾഡായിട്ട് തന്നെ അതിനെ സംസാരിക്കുക, അതിന് പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ആൾ പൊതുവെ പൊളിയാണ്. ആര്യ ഇങ്ങനെ മേയറായി പദവിയിലോട്ട് ഇങ്ങനെ നോമിനേറ്റ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ആര്യ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ആദ്യമൊക്കെ വിളിച്ചപ്പോൾ എടുത്തില്ല, ബിസി ആയിരുന്നു. പിന്നെ വിളിച്ച് ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് എന്താണ്, ഫ്രണ്ടാണോ, എന്നെ പരിചയപ്പെടുത്തി തരാമോ, നമ്പർ തരാമോ, അങ്ങനെ ഞങ്ങൾ ഫേമസ് ആയി കുറേയൊക്കെ. ഇത്രയും നാൾ നിങ്ങളുടെ ഒരു പിന്നെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ലല്ലോ, ആര്യ വലിയൊരു പദവിയിലെത്തുകയല്ലേ? നല്ലൊരു എന്താ പറയുക, നല്ല എക്സൈറ്റഡ് ആണ്. ആര്യ മേയർ പദവിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞങ്ങളാരും. കൗൺസിലറാണ് അറിയാം, എങ്കിലും മേയർ പദവീൻ്റെ അത് കേട്ടപ്പോൾ തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വേറെ ഇത്ര വലിയൊരു പോസ്റ്റിലെ പദവിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, അതിനുള്ളൊരു കാര്യശേഷി, കാര്യപ്രാപ്തി ഉണ്ടെന്നൊക്കെ കരുതുന്നുണ്ടോ? അതെ, കരുതുന്നു. 100% പറ്റുമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ തന്നെ 21 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ പദവിയിലോട്ട്, ആ മേയർ പദവിയിലോട്ട് എത്തുമ്പോൾ എല്ലാവരും വിമർശനങ്ങളും ഒരുപാടുണ്ട്, പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസം, ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിശ്വാസമാണ് അവളെ കൊണ്ട് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി, മേയർ സ്ഥാനത്തിലെത്താനുള്ളൊരു പ്രാപ്തി അവൾക്കുണ്ടെന്ന്, ആര്യയ്ക്കുണ്ടെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നുണ്ട്. ആര്യയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ആര്യയെ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഏതായിരുന്നു? അത് ആര്യയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. ഇവരെല്ലാം പറഞ്ഞു തീർത്തു, എന്നാലും വീണ്ടും എടുത്ത് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ആര്യ എല്ലാവരെയും നന്നായിട്ട് യുണൈറ്റ് ചെയ്ത് കൊണ്ടുപോകും. എല്ലാ ലീഡറിനെ പോലെ നിന്ന് നമ്മളെയും ഒരുമിച്ച് ഇങ്ങനെ എല്ലാത്തിലും പങ്കെടുപ്പിച്ച് കൊണ്ടുപോകും. അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ്. ആര്യയോട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും, ആര്യയ്ക്ക് ഈ ഒരു ക്യാരക്ടർ മോശമാണ് അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മോശപ്പെട്ട ക്യാരക്ടർ ഇല്ല, എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ആര്യ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു മോശപ്പെട്ട ക്യാരക്ടർ വന്നിട്ടില്ല. ആൾ മെച്ചുവേർഡാണ്, അങ്ങനെ സംസാരിക്കുന്നത് വളരെ കുറവ്. അതായത് ആവശ്യം വേണ്ട അടുത്ത് സംസാരിക്കും, ലിമിറ്റഡാണ് ആൾ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ആര്യ നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പഠിച്ചൊരു കുട്ടി ഇപ്പോൾ ഇത്ര വലിയൊരു പദവിയിലെത്തുകയാണ്, തിരുവനന്തപുരം നഗരത്തിൻ്റെ വലിയൊരു പോസ്റ്റിൽ നഗരസഭയുടെ അധ്യക്ഷയാകുന്നു. അതിനുപരി രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും ജൂനിയറായ ഒരു പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് ഭയങ്കര ബാക്കി എല്ലാവരോടൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു അഭിമാനം തോന്നുകയല്ലേ? കാരണം ക്ലാസ്സിലെ ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് തന്നെ നമ്മൾ സ്റ്റേറ്റസ് ഇടുമ്പോൾ, വാട്സപ്പിലൊക്കെ സ്റ്റേറ്റസ്, എല്ലാവരും വന്നിട്ട് കൂടെ പഠിച്ചാണോ, ബാച്ചാണോ, അത് സെയിം ക്ലാസ്സാണോ. അപ്പോൾ നമുക്കതിനനുസരിച്ചൊരു പ്രൗഡാണ്. അതെൻ്റെ കൂടെ പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ ഭരിക്കാനായിട്ടുള്ളൊരു മെച്യൂരിറ്റി, ആ ഒരു കഴിവ് ആര്യയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയിപ്പോൾ ആര്യ പഴയ ആര്യൊന്നും അല്ലല്ലോ, ഇനി വലിയൊരു അപ്പോൾ ഇനി നിങ്ങൾ ആര്യ എന്നൊക്കെ വിളിച്ചിട്ട് ഇനി പെട്ടെന്ന് അത് മാറി ഇനി മറ്റൊരു ഇതിലോട്ട് അത് കൂടുതൽ വെച്ച് റെസ്പെക്റ്റഡ് പേഴ്സൺ അങ്ങനെ, അതോ നിങ്ങളുടെ പഴയ ഫ്രണ്ട് ഈ കാര്യം ആര്യോട് നിങ്ങൾ ഷെയർ ചെയ്തിരുന്നു? ഇനിയിപ്പോൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ആര്യ അങ്ങനെയാണ് പറഞ്ഞത്, നമ്മളെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളെ ക്ലാസ്സിലെ പോലെ തന്നെ. പിന്നെ ഞാൻ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത സ്ഥിതിക്ക് ആ പവറിലിരിക്കുമ്പോൾ അതിൻ്റേതായത്, അല്ലാതെ ക്ലാസ്സിൽ വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ പഴയ ക്ലാസ്സിൽ കയറി എണീച്ച് നിൽക്കണം, അങ്ങനെ ഒരു റെസ്പെക്റ്റ് വേണമെന്നൊന്നുമില്ല. അതൊക്കെ ചോദിച്ചല്ലേ, ഇനി ആര്യ നീ വരുമ്പോൾ ഇനി ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കണോ എന്നൊക്കെ ചോദിച്ചു. ആര്യമായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അത് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു മേയർ എന്നുള്ള റെസ്പെക്റ്റ് ഓക്കെ, അത് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ എണീറ്റിരിക്കുക അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യുക അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പഴയ പോലെ തന്നെ നമ്മൾ ക്ലാസ്മേറ്റ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തിരുവനന്തപുരം സ്വദേശികളെ, തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണല്ലോ. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങൾ കാണും നഗരസഭയുടെ ആ ഒരു നിങ്ങളുടെ വാർഡിലും ഒക്കെ ഉള്ള. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇനി നിങ്ങൾ നേരിട്ട് പറയാനായി നിങ്ങളുടെ അതായത് നിങ്ങളുടെ സഹപാഠി തന്നെയാണ്. അപ്പോൾ ഇനി ഒരു ശുപാർശയോ ഒക്കെ ആയിട്ട് നേരിട്ട് വേറൊരു ഇടവഴിയൊന്നും ഇല്ലാതെ ഡയറക്റ്റ് പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആര്യോട് പറയണം, എന്തെങ്കിലുമൊക്കെ ചില കണക്കുകൂട്ടലൊക്കെ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ അങ്ങനത്തെ സംഭവത്തെയൊക്കെ പറ്റി, പിന്നെ ഞങ്ങളിപ്പോൾ ക്ലാസ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ആരെങ്കിലും ആര്യോട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന സുരക്ഷയാണ് മെയിനായിട്ട്. ഇപ്പം നമുക്കൊരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എല്ലാവരും റെസ്ട്രിക്ഷൻസ് ആണ്. നമ്മൾ വീട്ടിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാലും പറയും 6 മണിക്ക് ശേഷം ഇറങ്ങരുത്, ശരിയാവില്ല. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പം ഒരു ഗേളല്ലേ കയറിയിരിക്കുന്നത്, അപ്പം നമ്മുടെ ജനറലായിട്ടുള്ള നമ്മുടെ സുരക്ഷ തന്നെയാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമുക്ക് തന്നെ ബസ്സിൽ തന്നെ ഒരു 6 മണിക്ക് ശേഷം കയറാൻ പൊതുവെ പേടിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുന്നു.
ഇനിയിപ്പോൾ ഈ കോളേജ് ക്യാമ്പസിൽ എന്തെങ്കിലുമൊക്കെ ചില എന്താണ് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതിപ്പോൾ ഒരു മേയർ നിങ്ങളുടെ സ്റ്റുഡൻ്റായി വരുന്ന കൂടെ സഹപാഠിയായി വരുന്നതുകൊണ്ട് കോളേജിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തെല്ലാം 100% പെർഫെക്റ്റായി മാറും. അതിൻ്റെ ഒരു സന്തോഷം കൂടി കാണുമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും കാരണം അല്ലെങ്കിൽ തന്നെ ആര്യ എല്ലാത്തിലും ഇടപെട്ട് ഞങ്ങൾക്ക് എല്ലാം ക്ലിയർ ആക്കി തരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മേയറായി കൂടെ വരുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്രതീക്ഷ കാണുമല്ലോ. അത് കോളേജിൽ എന്തായാലും ആര്യ 100% മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആര്യയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത, ഓൾ സയൻസ് കോളേജ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് ഒട്ടുമില്ലാത്തൊരു കോളേജാണ്. ഒരു പൊളിറ്റിക്സ് ഒന്നുമില്ലാത്ത, പൊളിറ്റിക്സിനകത്ത് കൃത്യ റെസ്ട്രിക്ഷൻ, അകത്ത് കയറ്റാൻ സമ്മതിക്കാത്ത സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇങ്ങനെ പഠിച്ചിറങ്ങി ഈ കോളേജിലെ ഒരു കുട്ടി തന്നെ ഇത്രയും വലിയൊരു പദവിയിലോട്ട് എത്തുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? എന്ന് വെച്ചാൽ പൊളിറ്റിക്സിന് അനിവാര്യമല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും അവളുടെ കഴിവ് മാത്രമാണ് അവൾ ഇത്രയും ഒരു ഉയർന്ന പൊസിഷനിൽ എത്തുന്നത്. കാരണം വെച്ചാൽ അവൾ പഠിത്തവും അവളുടെ പൊളിറ്റിക്സും അവൾ ഒരുപോലെയാണ് കൊണ്ടുപോയത്. രണ്ടിനും കോംപ്രമൈസ് അവൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് ഒബ്വിയസ്ലി അവൾക്ക് കയറാം, കുറേ ക്ലാസ്സസ് അവൾക്ക് മിസ്സാവുന്നുണ്ട്. പക്ഷെ വരുന്നപ്പോഴൊക്കെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് പഠിക്കുക. അങ്ങനെ അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് സ്റ്റഡീസിൻ്റെ കേസിനാണെങ്കിലും. പിന്നെ പാർട്ടി പ്രവർത്തന സമയത്ത് അവൾ പ്യുവർലി ഒരു പ്രവർത്തകയായിട്ട് തന്നെയായിരുന്നു നിന്നത്. ക്ലാസ്സൊക്കെ മിസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോർഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ കൊടുക്കാറുണ്ട്, നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. വന്ന് ചോദിച്ചെല്ലാം പഠിക്കും. വന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, അങ്ങനെയാണ് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പിൽ ഓൺലൈനായിട്ട് അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. ആർക്ക് ബെസ്റ്റ് ഫ്രണ്ട്? ഇപ്പോൾ നിങ്ങളെല്ലാവരും ആരുടെ ഫ്രണ്ട്സ് ആയിരിക്കും? ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന 1 2 അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരേ സൈഡിലിരിക്കുന്ന 11 പേരാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അല്ല ഒറ്റ ഒരു ഗ്യാങ് ആണല്ലേ? തീർച്ചയായും ഈ കുട്ടികൾ, ഈ ക്യാമ്പസിലെ ഓരോ മൺതരിയും തങ്ങൾക്കൊപ്പം ഉള്ള ആര്യ എന്ന പെൺകുട്ടി ഇത്ര വലിയൊരു പദവിയിലെത്തിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആ ഒരു ത്രില്ലിലും ആ ഒരു അഭിമാന മുഹൂർത്തത്തിലുമാണ് ഈ ക്യാമ്പസിലെ ഓരോ മൺതരിയും. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.